കുവൈറ്റിൽ അപകടത്തിൽ മരിച്ച തിരുവനന്തപുരം ഉഴമലയ്ക്കൽ സ്വദേശി അരുൺ ബാബുവിനും വർക്കല സ്വദേശി ശ്രീജേഷ് തങ്കപ്പനും നാട് വികാരനിർഭരമായി വിടചൊല്ലി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഇന്നലെ വൈകിട്ടോടെയാണ് ഇരുവരുടെയും മൃതദേഹം ജന്മനാടുകളിൽ എത്തിച്ചത്. മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഇരുവർക്കും അന്തിമോപചാരം അർപ്പിച്ചത്. വീട് വയ്ക്കണം, മകളെ നീന്തൽ താരമാക്കണം. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ സ്വദേശി അരുൺ ബാബു ഈ സ്വപ്നങ്ങളുമായാണ് കടൽ കടന്ന് കുവൈറ്റിലെത്തിയത്. എന്നാൽ ആഗ്രഹങ്ങളും ബാധ്യതകളും ബാക്കിയാക്കി അരുൺ അവസാനമായി നാടണഞ്ഞപ്പോൾ നാട് ഒന്നടങ്കം തേങ്ങി. ഭാര്യ വിനീതയുടെ പൂവത്തൂരിലെ വീട്ടിലേക്കാണ് ആദ്യം മൃതദേഹം എത്തിച്ചത്. ഇവിടെ നിന്നാണ് 7 മാസം മുമ്പ് അരുൺ കുവൈറ്റിലേക്ക് പോയത്. അതിനാൽ അവസാനമായി ഈ വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളും കുടുംബ വീട്ടിലേക്കുള്ള അരുണിൻ്റെ ചേതനയേറ്റ യാത്രയിൽ ഒപ്പം ചേർന്നു. ഈ യാത്ര വലിയമല കുര്യാത്തിയിലെ വീട്ടിലെത്തിയപ്പോൾ ദുഃഖം അണപൊട്ടിയൊഴുകി. വൈകിട്ട് 6 മണിയോടെ കുടുംബവക ശ്മശാനത്തിൽ അരുൺ ബാബുവിൻ്റെ മൃതദേഹം സംസ്കരിച്ചു. വർക്കല ഇടവ സ്വദേശി ശ്രീജേഷ് തങ്കപ്പന് കുടുംബമെന്ന് പറയാൻ ആകെയുള്ളത് സഹോദരി ആരതി മാത്രമാണ്. ശ്രീജേഷിൻ്റെ മൃതദേഹം ആദ്യം സഹോദരി ഭർത്താവിൻ്റെ വീട്ടിലും പിന്നീട് ഇടവ പാറയിലെ കുടുംബസ്ഥലത്തും എത്തിച്ചു. സഹോദരി ആരതി ശ്രീജേഷിന് അന്തിമോപചാരം അർപ്പിച്ചപ്പോൾ അത് കണ്ടുനിന്നവരുടെയും കണ്ണ് നനച്ചു. സഹോദരി ഭർത്താവ് രാജേഷ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. ശ്രീജേഷ് ഇനി തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനോട് ചേർന്ന് തൻ്റെ അമ്മയ്ക്കൊപ്പം അന്ത്യവിശ്രമം കൊള്ളും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.